ദേശീയ നേതൃത്വത്തിൻ്റെ ആഫീസിലെ കറണ്ട് ബില്ല് അടയ്ക്കണമെങ്കിൽ പോലും കർണാടകത്തിൽ നിന്ന് തെലങ്കാനയിൽ നിന്നൊക്കെ പൈസ പോകണം. ആ സംസ്ഥാനങ്ങളിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനോട് കടുപ്പത്തിൽ സംസാരിക്കാൻ കഴിയാത്തതില്ല ദേശീയ നേതൃത്വത്തിനുണ്ടാവും. അതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. ഷിത, ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാ കാലത്തും എല്ലാ സംസ്ഥാനത്തും അധികാരത്തിന് വേണ്ടിയുള്ള ആഭ്യന്തര യുദ്ധങ്ങളുള്ള പാർട്ടിയാണ്. എല്ലാ കാലത്തും അതിനകത്തുണ്ട്. അതില്ലാതെ ആ പാർട്ടിക്ക് ഒരു കാലം ഉണ്ടായിട്ടില്ല, അതിപ്പോഴും ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഇത് നാശോന്മുഖമായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ പോലും അടികൂടുകയാണല്ലോ എന്നുള്ള ഒരു അത്ഭുതമാണ്. പക്ഷേ അതങ്ങനെയല്ല. കർണാടകയിലെ കോൺഗ്രസിനകത്തിരിക്കുന്ന ആൾക്കാർ നോക്കുമ്പോൾ നമ്മളിവിടെ ഹെൽത്തി ആയിട്ടുള്ള പാർട്ടിയാണ്, ശക്തമായ പാർട്ടി, അധികാരത്തിലുള്ള പാർട്ടി. അപ്പോൾ ആര് മുഖ്യമന്ത്രിയാണെന്ന് തോന്നിയിട്ടുള്ള തർക്കമുണ്ട്. അപ്പോൾ അതിലതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ആർക്കാണ്? ദേശീയ നേതൃത്വത്തിനാണ്. അപ്പോൾ ദേശീയ നേതൃത്വം അങ്ങനെ ഉരുക്കുമുഷ്ടികൾ കൊണ്ട് പരിഹാരം ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് നേരത്തെ നൗഫൽ പറഞ്ഞത് ദേശീയ നേതൃത്വത്തിന് അതിനുള്ള ശക്തിയില്ല. അത് ഏതെങ്കിലും നേതാവിന് ഒരു കമാൻഡിംഗ് പവർ ഇല്ലാത്തതിൻ്റെ മാത്രം പ്രശ്നമല്ല. ദേശീയ നേതൃത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശീയ നേതൃത്വത്തിന് ഒരു പവർ വരണമെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിൽ അധികാരത്തിലുള്ള ഒരു പാർട്ടിയുടെ ദേശീയ നേതൃത്വം, കേന്ദ്രത്തിലെ അധികാരത്തിലുള്ള ഒരു പാർട്ടി എന്നൊക്കെ പറയുമ്പോഴാണ് ദേശീയ നേതൃത്വത്തിൻ്റെ ഹൈക്കമാൻഡ് എന്ന പവർ വരിക. ഇന്ന് ദേശീയ നേതൃത്വത്തിന് ദേശീയ തലത്തിൽ അധികാരമില്ല. അധികാരം കർണാടകത്തിലേ ഉള്ളൂ. വിവിധ സംസ്ഥാനങ്ങളിൽ അധികാരമില്ല. പരമാവധി സംസ്ഥാനങ്ങളിലെ അധികാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദേശീയ നേതൃത്വത്തിൻ്റെ ആഫീസിലെ കറണ്ട് ബില്ല് അടയ്ക്കണമെങ്കിൽ പോലും കർണാടകത്തിൽ നിന്ന് തെലങ്കാനയിൽ നിന്നൊക്കെ പൈസ പോകണം, എന്നാലേ പറ്റൂ. ദേശീയ പ്ലീനം സംഘടിപ്പിക്കണമെങ്കിലോ അല്ലെങ്കിൽ ദേശീയ സമ്മേളനം സംഘടിപ്പിക്കണമെങ്കിലോ ഒക്കെ എവിടെ പറ്റുള്ളൂ? ഇവിടെ നിന്നുള്ള പൈസ കൊണ്ടേ പറ്റുള്ളൂ. ആ സംസ്ഥാനങ്ങളിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനോട് കടുപ്പത്തിൽ സംസാരിക്കാൻ കഴിയാത്തതില്ല ദേശീയ നേതൃത്വത്തിനുണ്ടാവും. അതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. എന്നാൽ BJPക്ക് അങ്ങനെയല്ല. BJP ദേശീയ നേതൃത്വത്തിൽ അധികാരമുള്ള പാർട്ടിയാണ്. സംസ്ഥാനങ്ങളിലേക്ക് പോലും പൈസ കൊടുക്കുന്ന ആരാണ്? മോളിൽ നിന്നാണ്. അവിടെ വലിയ ആഫീസും വലിയ പൈസയും വലിയ നേതാക്കന്മാരും ഉണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ അധികാരമുണ്ട്. പവർഫുൾ പാർട്ടി. അതിന് ദേശീയ നേതൃത്വം ഒരു കാര്യം പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇപ്പോൾ ഉത്തർപ്രദേശിൽ കുറേ ആൾക്കാർ മത്സരിക്കുന്നു, ജയിക്കുന്നു. അപ്പോൾ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഗോരഖ്പൂർ MP, അദ്ദേഹം ആയിക്കോട്ടെ മുഖ്യമന്ത്രി എന്ന് മോളിയും തീരുമാനിക്കുന്നു, നടപ്പിലാകുന്നു. അവിടെ മത്സരിച്ച ആൾക്കാരെ പോലെ അല്ലല്ലോ. അപ്പോൾ അത് പറ്റും, ഇവിടെ അത് പറ്റുകയില്ല.